പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സുനിൽ മഠത്തിൽ പുതിയൊരു ചിന്തയുമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വരികയാണ്. സന്തോഷം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളൊക്കെ സഹിച്ചിട്ടുണ്ടാകും. അദ്ദേഹം ഉയരങ്ങളിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, തൻ്റെ കഷ്ടതകളിൽ നിന്നൊക്കെ ഉയരത്തിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, തൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എന്താ സംഭവിക്കുക? ചുറ്റുവട്ടത്തുനിന്ന് ഒരുപാട് കല്ലേറുകൾ വരും, ഒരുപാട് വിമർശനങ്ങൾ വരും. കാരണം ഒരു മനുഷ്യൻ നന്നാകുന്നത് വേറൊരുത്തിന് കണ്ടുകൂടാ, അവനത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവനെന്ത് ചെയ്യും? ഇവനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞ് മറ്റു രീതിയിലൊക്കെ അവൻ്റെ മാനസികമായിട്ട് തളർത്താൻ ശ്രമിക്കും. ഫലം എന്താ ചെയ്യുക? ഇവൻ ശരിക്കും പറഞ്ഞാൽ തൻ്റെ ചുറ്റുപാടത്തുനിന്ന് തനിക്കെതിരെ വരുന്ന കല്ലേറുകളെ പ്രതിരോധിക്കാനുള്ള ശ്രമം, തനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ള ശ്രമം, ആ രീതിയിലേക്ക് പ്രതികരണങ്ങളിലേക്ക് പോകുന്നു അല്ലേ? ഫലത്തിലെന്താ സംഭവിക്കുക? ഇവൻ്റെ വളർച്ച അവിടെ നിൽക്കുന്നു അല്ലേ? ഈ പക്ഷികളിലെ പരുന്തിനെ കൊത്താൻ ധൈര്യമുള്ളതാരാ? കാക്ക അല്ലേ? കണ്ടിട്ടുണ്ടോ? കാക്കകൾ പരുന്തിനെ കൊത്തും. കാക്ക പിന്തുടർന്നു പോവും പരുന്തിൻ്റെ. അപ്പോൾ പരുന്തിനെ കൊത്തുമ്പോൾ പരുന്ത് എന്ത് ചെയ്യും? പരുന്തിൻ്റെ ശരിക്കും പറഞ്ഞു കേട്ടിടത്തോളം പരുന്തിൻ്റെ പുറത്ത് കയറിയിരുന്ന് കാക്ക കൊത്തുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവിടെ ഒന്ന് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ പരുന്ത് പക്ഷേ കാക്കയോട് പ്രതികരിക്കാൻ നിൽക്കില്ലെന്നാണ് പറഞ്ഞത്. പരുന്ത് എൻ്റെ പറക്കൽ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ ഉയരങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? കാക്കയ്ക്ക് ആ ഉയരത്തിലുള്ള ശ്വാസം ലഭിക്കാൻ ബുദ്ധിമുട്ടാവും ഉയരത്തിൽ. അപ്പോൾ കാക്ക തളർന്ന് താഴത്തേക്ക് വീഴും, പരുന്തിൻ്റെ ഒഴിക്കുമ്പോൾ. പ്രിയമുള്ളവരെ, ആ ഒരു മനോഭാവം നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ നമുക്കുണ്ടായിരിക്കണം. നമ്മളെ കല്ലെറിയുന്നവർ, നമ്മളെ കുറ്റം പറയുന്നവർ, അത് അവരെ അങ്ങനെയായിട്ട് പൊക്കോട്ടെ എന്ന് ചിന്തിക്കണം. നമുക്കതിനൊക്കെ മറുപടി പറയാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളർച്ച അവിടെ മുരടിക്കും, നമ്മുടെ വളർച്ച അവിടെ അവസാനിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മളെ വിമർശിക്കുന്നവരെ, നമ്മളെ കുറ്റം പറയുന്നവർ, നമ്മളെ കല്ലെറിയുന്നവർക്ക് വേണ്ടി സമയം നമ്മൾ ചെലവഴിക്കാൻ നിന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയിൽ അത്രയും സമയം നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷം.